ഹലോ സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന 90 ദിവസത്തെ മാനിഫെസ്റ്റേഷൻ ചലഞ്ചിന്റെ വിജയകരമായ 8ാം ദിവസത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ആദ്യത്തെ ഒരാഴ്ച നമ്മൾ വളരെ വിജയകരമായി പൂർത്തിയാക്കി. ഇപ്പോൾ 2ാം ആഴ്ചയിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ ചെയ്ത ഇൻസ്പയർഡ് ആക്ഷൻ ടാസ്ക്, അതായത് ലക്ഷ്യത്തിലേക്ക് ചെറിയൊരു ചുവടുവെക്കുന്ന ടാസ്ക് എത്ര പേർ ചെയ്തു? അത് ചെയ്തപ്പോൾ ഉള്ളിൽ വലിയൊരു ആത്മവിശ്വാസം തോന്നിയില്ലേ? ആ ടാസ്ക് പൂർത്തിയാക്കിയ എന്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. നിങ്ങൾ എത്ര വലിയ സ്വപ്നം കണ്ടാലും എത്രയൊക്കെ പോസിറ്റീവായി ചിന്തിച്ചാലും നിങ്ങളുടെ ചുറ്റുമുള്ള ചില ആളുകളുടെ ഒരൊറ്റ നെഗറ്റീവ് വാക്കുമതി നിങ്ങളുടെ ആ എനർജി മുഴുവൻ തകർക്കാൻ. അതുകൊണ്ട് നിങ്ങളുടെ എനർജിയെ എങ്ങനെ സംരക്ഷിക്കണം എന്നറിഞ്ഞിരിക്കണം. നമ്മൾ ഈ ചലഞ്ചൊക്കെ തുടങ്ങി നമ്മുടെ മനസ്സിനെ പോസിറ്റീവാക്കി വെക്കാൻ ശ്രമിക്കുമ്പോഴായിരിക്കും ചുറ്റുമുള്ള ചില ആളുകൾ വരുന്നത്. സുഹൃത്തുക്കളോ ബന്ധുക്കളോ അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്നവരോ ആകാം. അവർ വന്നിട്ട് പറയും, നീയൊക്കെ ഇത് എവിടെ പോയി നന്നാകാനാണ്, ഇതൊന്നും നിന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമല്ല, വെറുതെ പകൽക്കനവ് കാണാതെ വല്ല പണിക്കുമ്പോ. ഇങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ പോസിറ്റീവ് ഫ്രീക്വൻസി പെട്ടെന്ന് താഴേക്ക് പോകും. ലോ ഓഫ് അട്രാക്ഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ എനർജി സംരക്ഷിക്കുക എന്നതാണ്. നെഗറ്റീവ് ചിന്തകളുള്ള ആളുകളോട് നിങ്ങളുടെ വലിയ സ്വപ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക എന്നതാണ് ഇതിനുള്ള ആദ്യത്തെ വഴി. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാവരോടും വിളിച്ചു പറയേണ്ടതില്ല. നിശബ്ദമായി നിങ്ങളുടെ ടാസ്കുകൾ ചെയ്യുക. വിജയം കൊണ്ട് അവർക്ക് മറുപടി നൽകുക. മറ്റുള്ളവരുടെ നെഗറ്റീവ് കമന്റുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് എടുക്കാതിരിക്കാൻ ഇന്ന് നമ്മളൊരു ചെറിയ മൈൻഡ് എക്സസൈസ് ചെയ്യാൻ പോവുകയാണ്. ഇന്ന് രാത്രി ഉറങ്ങുന്നതിനു മുൻപ് ഡയറിയിൽ ചെയ്യേണ്ട ടാസ്ക് ഇതാണ്. നിങ്ങളുടെ ഡയറിയിൽ ഈ ഒരു വാചകം ശക്തമായി എഴുതിവെക്കുക: മറ്റുള്ളവരുടെ നെഗറ്റീവ് വാക്കുകൾക്ക് എന്റെ ജീവിതത്തെ നിയന്ത്രിക്കാൻ കഴിയില്ല. ഞാൻ എപ്പോഴും പോസിറ്റീവ് എനർജിയിൽ മാത്രമായിരിക്കും. ഇനി മുതൽ ആരെങ്കിലും നിങ്ങളെ നിരാശപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ അവരോട് തർക്കിക്കാൻ നിൽക്കരുത്. മനസ്സിൽ വിചാരിക്കുക, ഇത് അവരുടെ ചിന്തയാണ്, എന്റെ ജീവിതമല്ല എന്നോർത്ത് അവർക്ക് നേരെ ഒന്ന് പുഞ്ചിരിക്കുക. ഇന്ന് നിങ്ങളുടെ ഡയറിയിൽ നിങ്ങളുടെ വിജയത്തിൽ മാത്രം വിശ്വസിക്കുന്ന, നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി തരുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരെഴുതുക. അത് നിങ്ങളുടെ അമ്മയോ സുഹൃത്തോ അല്ലെങ്കിൽ എന്നെപ്പോലെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നവരോ ആകാം. അവരോട് മനസ്സുകൊണ്ട് നന്ദി പറയുക. ഓർക്കുക സുഹൃത്തുക്കളെ, നിങ്ങളുടെ മനസ്സ് ഒരു പൂന്തോട്ടം പോലെയാണ്. അവിടെ നെഗറ്റിവിറ്റി എന്ന കളകൾ വളരാൻ അനുവദിക്കരുത്. നിങ്ങളുടെ സ്വപ്നങ്ങളുടെ കാവൽക്കാരൻ നിങ്ങൾ തന്നെയാണ്. 8ാം ദിവസത്തെ ഈ ടാസ്ക് പൂർത്തിയാക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ കമന്റ് ബോക്സിൽ ഡേ 8 റെഡി എന്നുറപ്പിച്ച് രേഖപ്പെടുത്തുക. സ്ഥിരതയോടെ മുന്നോട്ടു പോവുക. നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് ഇനി 82 ദിവസങ്ങൾ മാത്രം. നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെ പൂർണ്ണമായി വിശ്വസിക്കുക. നാളത്തെ 9ാം ദിവസത്തെ വീഡിയോയുമായി ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും.